നമസ്കാരം. കേരള കൗമുദി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിനാൻ MP കടങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ. ഗസയിലെ വീട് കൊള്ളയടിച്ച് ഇസ്രായേൽ സൈന്യം, കവർന്നത് ലക്ഷങ്ങളുടെ സ്വർണവും പണവും. റിപ്പബ്ലിക് പരേഡ് കേരളത്തിന്റെ നിശ്ചലദൃശ്യത്തിന് ഇക്കുറിയും അനുമതിയില്ല. ഗ്രാമീണ സർവീസിനായി KSRTC കുട്ടി ബസ്സുകൾ വാങ്ങുന്നു. സ്പോർട്സ്. വീണ്ടും ഒരു ക്രിസ്ത്യാനോ വർഷം. 2020 മുതൽ കൂടുതൽ ഗോൾ നേടിയ താരം 54 ഗോളുകളുമായി തലപ്പത്ത്. വാർത്തകൾ വിശദമായി. ഗസയിലെ വീടുകൾ കൊള്ളയടിച്ച് ഇസ്രായേൽ സൈന്യം കവർന്നത് ലക്ഷങ്ങളുടെ സ്വർണവും പണവും. ഗസയിലെ വീടുകൾ തകർത്ത് ലക്ഷങ്ങളുടെ സ്വർണവും കൊള്ളയടിച്ച് ഇസ്രായേൽ സൈന്യം. 86 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം ഗസയിൽ വലിയ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. ഫലസ്തീൻ ജനതയുടെ വീടുകൾ നടത്തുന്ന റെയ്ഡിന്റെ മറവിലാണ് കമ്പ്യൂട്ടറും സ്വർണവും പണവും ഉൾപ്പെടെ ഫലസ്തീൻ പൗരന്മാരുടെ നിരവധി സ്വത്തുക്കൾ ഇസ്രായേൽ സൈന്യം വ്യവസ്ഥാപിതമായി കൊള്ളയടിക്കുകയാണെന്ന് ജനീവ കേന്ദ്രീകരിച്ചുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു. തന്റെ ആൺമക്കളെയും സൈത്തൂൻ പരിസരത്തുള്ള വീടിൽ നിന്ന് സൈന്യം കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളുടെ സ്വത്തുക്കൾ അവിടെ കൊള്ളയടിച്ചെന്ന് താംബർ സലീം എന്ന ഫലസ്തീനി യൂറോമെഡിനോട് പ്രതികരിച്ചു. ഗസയിൽ നിന്നും അബ്ദുറഹ്മാൻ നമ്മോട് ചേർന്നു. അബ്ദുറഹ്മാൻ, എന്താണ് ഇപ്പോൾ ഗസയിലെ സ്ഥിതിവിശേഷങ്ങൾ? ഗസയിൽ വളരെ വേദനാജനകമായ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ 86 ദിവസത്തോളം പിന്നിട്ട് നിൽക്കുന്ന ഈ ഒരു കൊടും യുദ്ധക്കെടുതികൾക്കിടയിലും 70% വരുന്ന ഇവിടുത്തെ നഗരവീഥികളെല്ലാം പൊട്ടിത്തങ്ങന്ന് ഇല്ലാതായിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 21,000-ഓളം പിഞ്ചു ബാല്യങ്ങളടക്കം മരണപ്പെട്ടു ഭരിക്കുന്ന ദൃക്സാക്ഷ്യങ്ങൾ നാം കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദശലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ മോഷണം പോയി, അതിക്രമികൾ വീടുകൾ അതിക്രമിച്ച് കയറി മോഷണം പോയതായിട്ട് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. താങ്ക് യു അബ്ദുറഹ്മാൻ. റിപ്പബ്ലിക് പരേഡ് കേരളത്തിന്റെ നിശ്ചലദൃശ്യത്തിന് ഇക്കുറിയും അനുമതിയില്ല. തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചലദൃശ്യത്തിന് അനുമതിയില്ല. കേരളത്തിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 10 ഡിസൈനുകൾ കേരളം നൽകിയിരുന്നു. ഭാരത് പാർ പരിപാടിയിൽ നിശ്ചലദൃശ്യം അവതരിപ്പിക്കാമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിനോട് സംസ്ഥാനം പ്രതികരിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തെ വികസന കുതിപ്പും ഭരണഘടനയെ ഗതിവെച്ച നിശ്ചലദൃശ്യമാണ് കേരളം കരുതിയത്. ഇത് സംബന്ധിച്ചുള്ള ചിത്രമാണ് നൽകിയത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ആർട്ടിസ്റ്റാണ് ഡ്രോയിങ് നൽകിയത്. ഇതിനെ തള്ളി ഈ ദൃശ്യങ്ങൾ ഈ മാസം 23 മുതൽ 31 വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പാർ പരിപാടിയിൽ അവതരിപ്പിക്കാമെന്നാണ് അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ബിജോഷ് നമ്മോട് ചേർന്നു. ബിജോഷ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ? യഥാർത്ഥത്തിൽ ജനുവരി 26-ന് നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ കേരളത്തിന് മുൻപും ഇതുപരമായിട്ട് അവസരം നഷ്ടപ്പെട്ടിരുന്നു. അന്ന് 2020-ലായിരുന്നു ഇതുപോലത്തെ തങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടത്. തങ്ങൾക്ക് നൽകിയ 10 വിഷയത്തിൽ തങ്ങൾ സമർപ്പിച്ച 10 വിഷയത്തിൽ തങ്ങൾക്ക് നൽകിയ വികസിത ഭാരത് ഇന്ത്യൻ ജനാധിപത്യമാണ് എന്ന വിഷയങ്ങളിൽ 10ഓളം സ്ക്രിപ്റ്റുകൾ അവർ കൈമാറിയിരുന്നു. പക്ഷേ ഇതിലെല്ലാം തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തിന് അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം നിയമങ്ങൾ അനുവദിക്കാതിരിക്കുന്നു. വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിലവിൽ പശ്ചിമ ബംഗാൾ, ലക്ഷദ്വീപ്, ന്യൂഡൽഹി, കേരളം എന്നീ 4 സ്ഥലങ്ങൾക്കാണ് സ്റ്റേറ്റുകൾക്കാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഒരു ആരോപണമുണ്ട്. എന്താണ് വസ്തുത? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നുണ്ട് എങ്കിൽ കൂടെ ഈ പശ്ചിമ ബംഗാളും ലക്ഷദ്വീപും ഓൾറെഡി ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. കേരളം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താകുമെന്ന് ശേഷം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ. ഗ്രാമീണ സർവീസിനായി KSRTC കുട്ടി ബസ്സുകൾ വാങ്ങുന്നു. തിരുവനന്തപുരം. ഗ്രാമീണ സർവീസിനായി KSRTC കുട്ടി ബസ്സുകൾ വാങ്ങുന്നെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഈ അടിച്ചുപൂട്ടൽ ഭീഷണിക്കിടയിലും KSRTC പുതിയ ബസ്സുകൾ വാങ്ങുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്നും ബിബീഷ് നമ്മോട് ചേർന്നു. ബിബീഷ്, എന്താണ് KSRTC ബസ് സ്റ്റാൻഡിലെ അവസ്ഥ? നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെയായിരുന്നു പുതിയ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. KV ഗണേശനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുതിയ പദ്ധതി ആയിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു 2000-ലാണെന്ന് തോന്നുന്നു 2001-ൽ ഇതിനു മുമ്പും ഇതുപരമായിട്ട് ഒരു കുട്ടി ബസ്സുകൾ ത്രിതല പഞ്ചായത്തിന്റെ റോഡ് വികസനം മൂലം കേരളത്തിൽ ഇന്ന് റോഡുകളൊക്കെ വികസിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയെല്ലാം ചെറിയ ബസ്സുകൾ ഇറക്കിക്കൊണ്ട് തങ്ങളുടെ നേട്ടം കൈവരിക്കുക. അല്ലെങ്കിൽ എത്ര ബസ്സുകളാണ് വാങ്ങുന്നതെന്ന് തീരുമാനം
പറയാനായിട്ടുണ്ടോ? കൃത്യമായിട്ട് എണ്ണം ഗണേശൻ മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിലും ഇനി വലിയ KSRTC ദൂരം സഞ്ചരിക്കുന്ന KSRTCകൾക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവർമാർക്ക് 5 മണിക്കൂർ വിശ്രമിക്കാനായിട്ട് KSRTC സ്റ്റാൻഡുകളിൽ AC റൂമുകൾ കൂടി നൽകണമെന്ന് അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ട്. ഓക്കെ. വീണ്ടും സ്പോർട്സ്. വീണ്ടും ഒരു ക്രിസ്ത്യാനോ വർഷം. 2003 കൂടുതൽ ഗോൾ നേടിയ താരം 53 ഗോളുമായി തലപ്പത്ത് സൗദി അറേബ്യ. 2003 ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ. 38-കാരനായ ഇദ്ദേഹം 43 മത്സരങ്ങളിൽ നിന്ന് 40 ഗോളുകൾ നേടി. 38 ഗോൾ നേടിയ നോർവേ താരം ഹാലൻഡിനെയും ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെയും പിന്നിലാക്കിയാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടം. ഈ നേട്ടത്തിൽ താൻ വളരെയേറെ സന്തോഷവാനാണെന്നും 2026 വേൾഡ് കപ്പിൽ താൻ കളിക്കുമെന്നും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സൗദി അറേബ്യയിൽ നിന്നും ഷെയ്ഖ് ജാമി നമ്മോട് ചേർന്നു. ഹലോ, എന്താണ് സൗദി അറേബ്യയിലെ അൽ നാസർ ആരാധകരുടെ പ്രതികരണം? ഷെയ്ഖ് അൽ ജാമി ആണ് ഞാൻ. മലയാളം സംസാരിക്കുന്ന ഒരു അറബി ഫാനാണ്, ഒരു അൽ നാസർ ഫാനാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ 2023 പിന്നിടുമ്പോൾ ഇന്നലെ ഗോളടിച്ചതോടുകൂടി 54 ഗോളോടെ കരിയർ അവസാനിച്ച് 2023 ഏറ്റവും കൂടുതൽ ഗോൾ നേടിക്കൊണ്ട് തന്റെ ഈ ഒരു കരിയർ മെച്ചപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ യൂറോപ്യൻ ഫുട്ബോളിനെത്തോളം വെല്ലുന്ന കിലിയൻ എംബാപ്പെ, ഹാരി കെയ്നെ പോലും ആളണ്ടി തൊട്ടുപിറകെ ഉണ്ടായിരുന്ന 50 ഗോളുമായിട്ട് സീസണിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് ഗോൾ നേടാൻ കഴിയാതെ പോയി എന്നുള്ളത് ഖേദകരമാണ്. ഇതോടുകൂടി മറഡോണ ട്രോഫി അടക്കമുള്ള IFHS ട്രോഫി അടക്കമുള്ള ട്രോഫി റൊണാൾഡോക്ക് ഈ വർഷത്തെ കരസ്ഥമാക്കാനുള്ള ഒരു അവസരം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ആരാധകരുടെ ആഹ്ലാദങ്ങൾ എത്രത്തോളമാണ്? ഇവിടെ നമുക്ക് അൽ നാസറിന്റെ കട്ടഫാനായിട്ടുള്ള ഒരു മലയാളി കൂടി ആയിരിക്കുന്ന സഫ്വാൻ KK നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹവുമായി സംബന്ധിക്കണം. സാർ, എന്താണ് ക്രിസ്ത്യാനോയുടെ ഒരു നേട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ക്രിസ്ത്യാനോയെ പറ്റി പറയുകയാണെങ്കിൽ കുറെ അധികം പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരാണ് ക്രിസ്ത്യാനോ. പ്രായത്തിൽ വളരെ മൂത്തതാണെങ്കിൽ പോലും വളരെ ചെറുപ്പക്കാരന്റെ കളിയാണ് അവർ കളിക്കുന്നത്. ഗോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവന്റെ ഷോട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ റോക്കറ്റ് ഷോട്ടുകൾ പോലെയുള്ള ഷോട്ടുകളാണ്. ഇത്രമാത്രം പറയുന്നു. ഞാൻ വളരെ സന്തോഷവാനാണ് ഇത് കാരണം. ഓക്കെ അബ്ദുറഹ്മാൻ. വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിലെ വീടുകൾ കൊള്ളയടിച്ച് ഇസ്രായേൽ സൈന്യം. കവർന്നത് ലക്ഷങ്ങളുടെ സ്വർണവും പണവും. റിപ്പബ്ലിക് പരേഡ് ഇക്കുറിയും കേരളത്തിന് നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല. ഗ്രാമീണ സർവീസിനായി KSRTC കുട്ടി ബസ്സുകൾ വാങ്ങുന്നു. സ്പോർട്സ്. വീണ്ടും ഒരു ക്രിസ്ത്യാനോ വർഷം. 2023 കൂടുതൽ ഗോളുകൾ നേടിയ താരം 54 ഗോളുകളുമായി തലപ്പത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത സമയം കൃത്യം 7 മണിക്ക് ആരംഭിക്കും. നന്ദി, നമസ്കാരം.